ഇവിടെ 9 പേരാണ് പിടിയിലായത്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥില, ഗുഡ് ഈവനിംഗ്, വിവരങ്ങൾ പറയൂ. ഇന്ന് ഉച്ചയ്ക്ക് 12:30 മുതലാണ് ഈ ഒരു പരിശോധന ഈ കേന്ദ്രത്തിൽ, ഞാനിപ്പോൾ കാണുന്ന ഈ ഫ്ളാറ്റിലാണ് ഈ പെൺവാണിഭ സംഘം പ്രവർത്തിച്ചിരുന്നത്. ഒരു മാസം മുമ്പ് തന്നെ പോലീസിന് കൃത്യമായി ഈ ഒരു സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് 12:30യോടെയാണ് ഇവിടെ പോലീസിന്റെ പരിശോധന നടത്തിയത്. 9 പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. ഇതിൽ 6 പേർ സ്ത്രീകളാണ്. ഇതിൽ നടത്തിപ്പുകാരും ഇടപാടുകാരും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ഇത്തരത്തിൽ പെൺവാണിഭ സംഘം നടത്തുന്ന സംഘമാണ് എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഇവരെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. നടക്കാവ് പോലീസിൻ്റെതാണ് ഈ ഒരു റെയ്ഡ് മറ്റു കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഒരു വാർത്ത കേട്ടു നോക്കുക. വിദേശത്ത് പോയി തൻ്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയാണ് ഭർത്താക്കന്മാർ. ഇവർക്ക് വേണ്ട പണങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി. എന്നിട്ടും തനിക്കൊരു ജോലി വേണമെന്നും പറഞ്ഞ്, കാരണം വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് പല വിധത്തിൽ ജോലിക്കാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. മാതാപിതാക്കൾ, വീട്ടിലെ വാപ്പമാർ, അതുപോലെ പ്രിയപ്പെട്ട മക്കളൊക്കെ വിചാരിക്കുന്നത് ആയിരിക്കാമെന്നാണ്. രാവിലെ പോകുന്നു, വൈകുന്നേരം വരുമ്പോൾ നിറയെ കാസുമായി അവർ വീട്ടിലേക്ക് വരുന്നു. ഇപ്പം ഇത് പിടിക്കപ്പെട്ടത് കൊണ്ട് ഈ സംഭവം അറിഞ്ഞു, ഇല്ലെങ്കിൽ ഇത് അറിയാനേ ഇല്ലല്ലോ. ഇവരെ പിടിക്കപ്പെട്ടപ്പോഴാണ് ഏറ്റവും നല്ല ആളുകൾ, ഇവരൊക്കെ നല്ല മനുഷ്യന്മാരെന്നാണ് വിചാരിച്ചത്. അവരങ്ങനൊന്നും ചെയ്യൂല. പക്ഷേ അവരുടെ അവരുടെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പരിപാടി ഇതായിരുന്നു. പ്രിയപ്പെട്ട മക്കളെയും പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടുള്ള ജീവിതം. ഇവർക്ക് പണം വേണം. നമ്മുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അതുപോലെ ഭാര്യമാർ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കൃത്യമായി അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നാം അറിയണം. ഇത്രക്കാൾ കൂടുതലാണ് വീട്ടിൽ വന്ന് നാടകീയമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. കാരണം നന്നായി നമ്മളെ വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ. ഇത്തരത്തിലുള്ള പണം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എന്ത് നേടാനാണ്? സ്വന്തം പ്രിയപ്പെട്ടവരെ വഞ്ചിച്ചുകൊണ്ട്. അല്ലെ, ഈ പിടിക്കപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഭാര്യയും ഇതിലുണ്ടായിരുന്നു, എൻ്റെ മക്കളും ഇതിലുണ്ടായിരുന്നു എന്ന് ആ പാവപ്പെട്ടവർ അറിഞ്ഞതപ്പോഴാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ ജോലിക്കുന്നു പലതിനും പറഞ്ഞു പോകുമ്പോൾ അവരെക്കുറിച്ച് നന്നായി അറിയണം. ചില ആളുകൾക്ക് പണം കിട്ടിയാൽ മതി, ഒന്നും പ്രശ്നമല്ല. പിന്നെ ഇത്തരക്കാരെ സമീപിക്കുന്നവരൊരവസ്ഥ, വീട്ടിൽ സ്വന്തം ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവർക്കൊന്നും ചെലവിന് കൊടുക്കാതെ താനുണ്ടാക്കിയ കാശുകൾ ഇത്തരക്കാർക്ക് കൊടുത്ത് ഇതുകൊണ്ട് എത്ര നഷ്ടങ്ങൾ നോക്കി. ഇവിടെ കുടുംബത്തെ വഞ്ചിക്കപ്പെടുന്നു. അവിടെയാണെങ്കിൽ സ്വന്തം ഭാര്യ മക്കളൊക്കെ ഒഴിവാക്കി ചെലവിന് കൊടുക്കേണ്ട പണമല്ല ഇവർക്ക് കൊണ്ടുപോയി കൊടുത്ത് ഇവരുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരവസ്ഥ. ഒരുപാട്, അതും മുസ്ലിം സഹോദരിമാർക്ക് ഇതിലുണ്ടെന്ന് പറയുമ്പോൾ വല്ലാത്ത വേദനയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര മരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വെച്ച് നാം കാണുന്നുണ്ട്. എന്നിട്ട് പോലും നമുക്കൊരു ബോധം വരുന്നില്ലല്ലോ. വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോവും. ഇന്ന് രാത്രി നാം വീട്ടിലായിരിക്കുമോ പള്ളിക്കാട്ടിലായിരിക്കുമോ എന്നറിയില്ല. എന്നാൽ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ സഹോദരിമാർ, പണം കാണുമ്പോൾ കണ്ണ് മഞ്ഞരിക്കുന്ന നമ്മുടെ പെൺമക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കൊക്കെ പണത്തിൻ്റെ ആവശ്യമുണ്ടാകാം. ഈ ചെറിയ ഒരു ജീവിതത്തിൽ എന്തിനാണ് പെട്ടെന്ന് അത്രത്തുള്ള വ്യഭിചാരത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ അസ്രായേൽ വന്നാലോ? ശാശ്വതമായ ജീവിതം നഷ്ടപ്പെട്ട് ഈ ചെറിയൊരു ജീവിതം പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ശാശ്വതമായ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥയായാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവിധ തിന്മകളെ തൊട്ട് നമ്മെ, നമ്മുടെ ഭാര്യമാർ, കുടുംബങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.